വീണ്ടും നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് സനിസ ശോഭാചന്ദ്രൻ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സനിസ, എന്നെ സംബന്ധിച്ച് തിരുവനന്തപുരത്തിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നത് ഓണത്തിന്റെ സമയത്ത് തന്നെയാണ്. കാരണം എപ്പോഴും ആ ഒരു 10 ദിവസം എന്ന് പറയുന്നത് മുഴുവൻ തിരുവനന്തപുരം വെളിച്ചത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സമയമാണ്. 24 മണിക്കൂർ നോക്കുകയാണെങ്കിൽ ആ കനകക്കുന്ന് പാലസിൻ്റെ അവിടെയായാലും ശരി, മ്യൂസിയത്തിൻ്റെ അവിടെയായാലും ശരി, മാനവീയം വീതിയിലായാലും ശരി, നിറച്ചും ലൈറ്റുകളാണ്. കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ, മരത്തിൻ്റെ മുകളിലൊക്കെ ലൈറ്റുകൾ വെച്ചിട്ടുള്ള വളരെ മനോഹരമായ, കാണാൻ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവാറ്. അതിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അതൊക്കെ തുടങ്ങിയല്ലേ? അതെ അമൃത, ഇവിടെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. രാത്രിയെന്നോ ഒന്നുമില്ലാതെ ഏറെ വൈകി പോലും ആൾക്കാർ രാത്രികാലങ്ങളിൽ പോലും ഇവിടെ ലൈറ്റുകളുടെ കാഴ്ചകളൊക്കെ കാണാൻ എത്തുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈസ്റ്റ് ഫോർട്ടിന്റെ തെരുവീതികൾ ഇപ്പോൾ ഒരു ആളനക്കം ഇച്ചിരി കുറവാണ്. പക്ഷേ ഒരു ഉച്ചയോടെ ഈ ഉത്രാടപ്പാച്ചിലിന്റെ തീവ്രത കൂടുമ്പോൾ ഇവിടെ ഒരു ഈച്ചയ്ക്ക് പറക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല. അത്രയും തിരക്കായിരിക്കും. കാരണം ഓണം എന്നാൽ ബാക്കി ജില്ലക്കാർ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഓണം എന്നാൽ അത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓണം തിരുവനന്തപുരത്തുകാരുടെ ഒരു പ്രത്യേക ആഘോഷമാണ്. ഇവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആഘോഷത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായി വരുന്നതെന്ന് തന്നെ ഞാൻ പറയും. അതുപോലെ തന്നെ ഇവിടെ കച്ചവടക്കാരൊക്കെ കടകളൊക്കെ തുറന്ന് വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് വലിയൊരു ആൾത്തിരക്കില്ല. അതുപോലെ തന്നെ ഈ ഈസ്റ്റ് ഫോർട്ടിൻ്റെ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഈ കൈത്തറി വസ്ത്രങ്ങളും അതുപോലെ മുണ്ട്, വേഷ്ടികൾ, ഈ പുളിയിലക്കര മുണ്ടുകൾ, അതുപോലെയുള്ള കച്ചവടങ്ങളാണ് ഏറ്റവും കൂടുതൽ. അത്തരത്തിൽ നമുക്ക് ഒരുപാട് കടകൾ ഇവിടെ കാണാൻ കഴിയും. ഒരുപാട് പേര് ഇപ്പോൾ തന്നെ രാവിലെ തന്നെ എല്ലാവരും കുളിച്ചൊരുങ്ങി ഇവിടേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് അങ്ങോട്ട് ക്യാമറ തിരിച്ചാൽ നമുക്ക് ആൾക്കാർ പയ്യെ പയ്യെ വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു 7:30 സമയത്താണ് ഇപ്പോൾ ഈ ഒരു 7 സമയത്തും ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നു എന്നതാണ് ഇവിടുത്തെ ഓണം, തിരുവനന്തപുരത്തെ ഓണത്തിന്റെ എത്രത്തോളമാണ് അവർ ഓണത്തെ കാണുന്നത് എന്നതിന് ഒരു തെളിവ്. അതുപോലെ തന്നെ ഇവിടെ ഇതിന് കുറച്ച് ഈ ഒരു ഈസ്റ്റ് ഫോർട്ടിലെ തെരുവീതികൾ കടന്നാൽ നമ്മൾ ചാല മാർക്കറ്റിലാണ് എത്തുന്നത്. ചാല മാർക്കറ്റിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഓണത്തിന് വേണ്ട എല്ലാ ഓണവട്ടം, ഓണസദ്യകൾ ഒരുക്കേണ്ട എല്ലാ സാധനങ്ങളും ചാല മാർക്കറ്റിലുണ്ട്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയ പാളയം മാർക്കറ്റും മറ്റും ഒക്കെ ഉണ്ട്. ഇവിടെ ഒട്ടനവധി ഇത്തരത്തിൽ ഓണമായാൽ ഉണരുന്ന ഒട്ടനവധി ചന്തകളാണ്, ഓണച്ചന്തകളാണുള്ളത്. ചേട്ടാ, ഓണമല്ലേ, എന്താ അവസ്ഥ? ഓണം നല്ല കൊള്ളാം, നല്ല ഓണം ഈ പ്രാവശ്യം. കച്ചവടമൊക്കെ എങ്ങനെ? കച്ചവടമൊക്കെ കുഴപ്പമില്ല, നല്ല കച്ചവടമാണ്. കൊറോണ കഴിഞ്ഞിട്ട് എല്ലാം ഈ പ്രാവശ്യം നല്ല കച്ചവടമാണ്. ഒരു 10 മണിയോടൊക്കെ ഇവിടെ ആൾക്കാരുടെ ഭയങ്കര തിരക്കായിരിക്കും. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അടിപൊളി തിരക്കാണ്. രാത്രി 10 മണി വരെ 11 മണി വരെ നല്ല തിരക്കായിരിക്കും. രാത്രികാല കാഴ്ചകളൊക്കെ, ഈ ലൈറ്റൊക്കെ എങ്ങനെയാണ്? ലൈറ്റൊക്കെ ഈ പ്രാവശ്യം ഇവിടെ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, കുറെ ഉണ്ട്. ഓണം എന്നാൽ ബാക്കിയുള്ള ജില്ലക്കാരോടൊക്കെ തിരുവനന്തപുരത്താണ് ഓണത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയേണ്ടി വരില്ലേ? ഓ പിന്നെ ഉറപ്പാണ്. അതെ അമൃത, ഇവിടെ ഓണത്തിന്റെ ഒരു തിരക്കും അതുപോലെ തന്നെ ഓണത്തിന് വേണ്ടി തലസ്ഥാനം ഒരുങ്ങിയിരിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ ആഘോഷമാണ്. കച്ചവടക്കാരൊക്കെ പറയുന്നത് അവർക്ക് നല്ല ഉത്രാടപ്പാച്ചിലിന് തിരുവോണത്തിന് മുൻപേ ആയിട്ട് തന്നെ നല്ല രീതിയിലുള്ള കച്ചവടമാണ് അവർക്ക് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇവിടെ കുറച്ചു കഴിഞ്ഞാൽ തിരക്ക് കൂടുമെന്ന് അവർ തന്നെ പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരു ഉച്ചയോട് കൂടി ഇവിടുത്തെ തിരക്ക് ഒന്നുകൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും അമൃത. അതെ, തിരുവനന്തപുരത്തെ ഓണം വിപണിയൊക്കെ ദിവസങ്ങളായി സജീവമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ തിരക്ക് കൂടിക്കൂടി വരുന്നൊരു സാഹചര്യം തന്നെയാണ്.